വീണ്ടും നമ്മൾ വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. വയനാട് പനമരത്തെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയിരുന്നു. നാട്ടുകാർ കടുവയെ കണ്ടു. പിന്നീട് പ്രദേശത്ത് ഒരാളെ കാണാതായി എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. പക്ഷേ ആളെ കണ്ടെത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ദീപക് മോഹൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ദീപക്, കാണാതായ ബേബിയെ കണ്ടെത്തിയിരിക്കുന്നു. സുരക്ഷിതനാണല്ലോ അല്ലേ? ശ്രുതി, ഈ കാണാതായ ബേബി എന്നാൽ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ കടുവ ഇറങ്ങി എന്ന വിവരം അറിയാതെ തുടർന്ന് അവിടെ നിന്ന് ഒരു സംരക്ഷിത സ്ഥലത്തേക്ക്, സുരക്ഷിത സ്ഥലത്തേക്ക് മാറി എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വനംവകുപ്പും ഒപ്പം RR ടീം അംഗങ്ങളും പോലീസും ഒക്കെ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഓർഡർ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വനംവകുപ്പിൻ്റെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സ്ഥിരീകരണം. ഈ മേഖലയിൽ, അതായത് ജനവാസ മേഖലയാണ്, വനാതിർത്തി തൊട്ടടുത്തൊന്നുമില്ല. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ പ്രദേശവാസികൾ, ഇവിടെ ജോലിക്ക് വന്ന പ്രദേശവാസികൾ, ഇവിടെ ഉന്നതിയിലുള്ള ആളുകൾ കടുവയെ കണ്ടത്. പിന്നീടാണ് വനംവകുപ്പിനെ വിവരം അറിയിച്ചത്. ഈ വാഴത്തോട്ടങ്ങളിലൊക്കെ തന്നെ രാവിലെ തൊഴിലാളികളുണ്ടായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലുണ്ടായിരുന്നു. അതിനിടയിലാണ് കടുവ ആ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആ പ്രദേശത്തൊക്കെ തന്നെ ഇപ്പോൾ വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. വനംവകുപ്പ് ഡ്രോൺ കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്രോൺ ഇങ്ങോട്ട് എത്തിക്കും എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൽപ്പറ്റയിൽ നിന്നും ഒപ്പം മാനന്തവാടിയിൽ നിന്നുള്ള RR ടീം അംഗങ്ങൾ നമ്മൾ നിൽക്കുന്ന എതിർഭാഗത്തായി പരിശോധനയ്ക്കായി ഇപ്പോൾ പോകുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം ആ എതിർഭാഗത്ത്, ഈ കുന്നിൻ്റെ എതിർഭാഗത്തുള്ള ജനവാസ മേഖലയിലൊക്കെ തന്നെ ആളുകൾ, വനംവകുപ്പിൻ്റെ RR ടീം അംഗങ്ങൾ നിലവിൽ പരിശോധന നടത്തുന്നുണ്ട്. ശ്രുതി, ദീപക്, ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഈ ആശങ്കപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇവിടെ ഒരു അടുത്തൊന്നും ഇങ്ങനെ കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 4-5 വർഷം മുൻപ് ആനക്കൂട്ടം ഇറങ്ങിയിരുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് വനംവകുപ്പ് എന്താണ് പറയുന്നത്? ഇങ്ങനെയൊരു സാധ്യത എത്രത്തോളം ഉണ്ട്? അത് കണ്ടു എന്നുള്ളത് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് കടുവയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജനവാസ മേഖല കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് ഇനിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്? ശ്രുതി, അതായത് നേരത്തെ ഡിസംബർ മാസങ്ങളിലൊക്കെ തന്നെയാണ് വയനാട്ടിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടാകാറ്. എന്നാൽ ഇത്തവണ കുറച്ച് താമസിച്ച് വൈകിയാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. ഈ സമയങ്ങളിലൊക്കെ തന്നെ കടുവയുടെ മേറ്റിംഗ് സീസണാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലകളോട് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കടുവ എത്താറും. ആ സമയത്തൊക്കെ വനംവകുപ്പ് ദൗത്യവുമായി ഇറങ്ങി കടുവയെ പിടികൂടി കൂട്ടിലാക്കുന്ന സാഹചര്യങ്ങളൊക്കെ മുൻപുണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ, അതായത് ഈ ജനവാസ മേഖലയ്ക്ക് അടുത്ത് ഏകദേശം 11 കിലോമീറ്റർ മാത്രമാണ് വനംവകുപ്പിൻ വനാതിർത്തി. അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് രാത്രി എങ്ങാനും ജനവാസ മേഖലയിലേക്ക് എത്തിയതാണോ എന്നുള്ള കാര്യം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായി കടുവയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് പരിശോധിച്ച് കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുകയാണെങ്കിൽ ആ കടുവ വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയായിരിക്കും. അത് ഏത് കടുവയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് വനംവകുപ്പ് അതിനനുസരിച്ച് കൂടുതൽ പ്ലാനുകൾ ചെയ്ത് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായി തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ജീവനക്കാർ എത്തിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും. തെർമൽ ഡ്രോൺ അടക്കം എത്തിച്ച് പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കടുവയെ കൃത്യമായി സ്പോട്ട് ചെയ്ത് മയക്കുവെടി വയ്ക്കുന്ന രീതിയിലേക്കുള്ള ദൗത്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൽപ്പറ്റയിൽ നിന്നുള്ള റേഞ്ച് ഓഫീസറും ഒപ്പം മാനന്തവാടിയിലുള്ള റേഞ്ച് ഓഫീസർ അടക്കമുള്ള വനംവകുപ്പ് ജീവനക്കാർ എത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, DFO അടക്കമുള്ള വനംവകുപ്പിൻ്റെ ജീവനക്കാർ ഉദ്യോഗസ്ഥർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും എന്നാണ് ഇവിടെയുള്ള മറ്റ് വനംവകുപ്പ് ജീവനക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. വനംവകുപ്പ് മയക്കുവെടി വെച്ച് കടുവയെ സാധാരണഗതിയിൽ കൂട്ടിലാക്കാറാണ് പതിവ്. കൃത്യമായി കാൽപ്പാടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയാണോ എന്നുള്ള കാര്യം വനംവകുപ്പിന് കൃത്യമായി ഒരു നിഗമനത്തിലെത്താൻ കഴിയും. അതിനുശേഷമായിരിക്കും കടുവയെ പിടികൂടുന്നതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും ഇപ്പോൾ രാവിലെ 9 മണിയോടുകൂടിയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ആദ്യം കണ്ടത്. 10 മണിയോടുകൂടി ഈ കവുങ്ങിൻ തോട്ടത്തിനടുത്തുള്ള സ്ഥലത്ത് കടുവയെ നാട്ടുകാർ കണ്ടു. പിന്നീടാണ് വനംവകുപ്പിനെ വിവരം അറിയിച്ചത്. വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ എത്തി. നാട്ടുകാരെല്ലാവരും തന്നെ വലിയ ആശങ്കയിൽ തന്നെയാണ്. പക്ഷേ വനംവകുപ്പ് എത്രയും വേഗം ഇവിടെ നിന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വനംവകുപ്പ് ഇപ്പോൾ ജനപ്രതിനിധികളുമായി വനംവകുപ്പ് ജീവനക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ, അതായത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കടുവയെ പിടികൂടണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താ വനംവകുപ്പ് ജീവനക്കാർ എന്താ പറയുന്നത്? വനംവകുപ്പ് പറയുന്നത് അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോൺ വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ലൈറ്റിൻ്റെ ഇതിലുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. നേരെ ഒരു 6 മണിക്ക് ശേഷം പിന്നീട് കടുവയെ പിടികൂടുക എന്നുള്ളത് വലിയ അത് വളരെ ദുഷ്കരമായ കാര്യം മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം ഭയത്തിലാണുള്ളത്. ഉന്നതികളുണ്ട്, പാവപ്പെട്ടവർ, ജോലിക്ക് പോകുന്നവരുണ്ട്, കുട്ടികളുണ്ട്. അവിടെ ഈ കടുവ എവിടെയാണെന്നുള്ള അടിയന്തരമായിട്ട് ലൊക്കേറ്റ് ചെയ്താൽ പറ്റുള്ളൂ. അത് വളരെ ഗൗരവത്തോടെ കാണണം. ഇപ്പം അതിനെ മയക്കുവെടി വെക്കാൻ ഉത്തരവ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാവണം. മയക്കുവെടി വെച്ചിട്ട് അതിനെ പിടിക്കണം. കാരണം ജനങ്ങൾ അത്രയും ഭയത്തിലാണുള്ളത്. ഇതൊരു തമാശ കളിയല്ല ഇത്. ആനയേക്കാൾ ആളുകൾ ഭയപ്പെടുന്നത് ഇതിനെയാണ്.
ശ്രുതി, 5 വർഷം മുൻപൊക്കെ ഈ മേഖലയിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഇതാദ്യമാണ്. അടുത്തൊക്കെ ജനവാസ മേഖലയൊക്കെ തന്നെയുണ്ട്. വനം വകുപ്പ് ജീവനക്കാർ എത്രയും വേഗം കടുവയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളുണ്ട്. ആഷിഫ് സാർ, എന്താണ് ഇപ്പോൾ കടുവയെ സ്പോട്ട് ചെയ്തോ? ഏതായാലും നമുക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ബേബി എന്ന് പറഞ്ഞ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ വഴിതെറ്റിപ്പോയതായിരിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നും. ഇപ്പോൾ നിങ്ങൾ സ്പോട്ട് ചെയ്തോ? ആ ഭാഗത്ത് ഇപ്പോൾ RRT ടീം പ്രസൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് ആളുണ്ട്, സ്റ്റാഫുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കൂടുതൽ ഫോഴ്സ് എത്തിയിട്ടുണ്ട്. സ്റ്റാഫ് എല്ലാം ഉണ്ട്, അതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് എന്നെ മൊത്തം പ്രൈവറ്റ് ഏരിയ ആണല്ലോ, വാഴത്തോട്ടം കാപ്പിത്തോട്ടമൊക്കെ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നോക്കിയിട്ട് എല്ലാവരും സേഫ്റ്റി നോക്കിയിട്ട് നോക്കാനുള്ള മാറുക. ഡ്രോണെല്ലാം എത്തി, എല്ലാം റെഡിയാണ്. പിന്നെ അത് നമുക്ക് ജനങ്ങളുടെ സഹകരണമാണ് വേണ്ടത്. ആളുകൾ ഇപ്പം കാണാതായി എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയോണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി ആരും മിസ്സാകരുതെന്നുള്ളത്. വനം വകുപ്പിൻ്റെ പഗ്മാർക്ക് പരിശോധിച്ച് വനം വകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയാണെന്ന് അങ്ങനെ എന്തെങ്കിലും ഇല്ല, അതിലോട്ടൊന്നും കടന്നില്ല. പഗ്മാർക്ക് കിട്ടി. നമുക്ക് കടുവാന്നുള്ള ഒരു കടുവാണെന്നല്ല, പുലിയാണോ കടുവാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പഗ്മാർക്കിൽ നിന്ന് പുലിയാണോ കടുവയാണോ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും? മനസ്സിലാവും. പക്ഷേ എന്നാലും നമ്മളെന്തായാലും ഒരു പ്രസൻസ് മനസ്സിലാക്കി സ്ഥിതിക്ക്, ഈ വന്യജീവിയുടെ പ്രസൻസ് മനസ്സിലാക്കി സ്ഥിതിക്ക് കൂടുതൽ ഒരു ഡിസ്റ്റൻസ് കൊടുക്കാതെ നമ്മുടെ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള തീരുമാനമാണ്. രാത്രി ഇരുട്ടുന്നതിന് മുൻപ് തന്നെ ദൗത്യം ഏതായാലും മറ്റേ നമ്മുടെ ഓഫീസേഴ്സ് വരുന്നുണ്ട്, അതിനെ രീതി ചെയ്യും. ശ്രുതി, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മയക്കുവെടി അടക്കം ദൗത്യം ആരംഭിക്കാനാണ് വനം വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവരിപ്പോൾ നേരത്തെ, അതായത് ഈ കൗങ്ങൻതോട്ടത്തിനടുത്ത് നേരത്തെ കടുവയെ കണ്ട സ്ഥലത്ത്, അതിനടുത്തുള്ള പ്രദേശത്ത് നേരത്തെ കുന്നിൻ മുകളിൽ ഈ തൊഴിലാളിയെ കാണാതായ സ്ഥലത്തിനടുത്തൊക്കെ പോയി പരിശോധനയ്ക്കായി തയ്യാറെടുക്കുകയാണ് വനം വകുപ്പിൻ്റെ ഒരു സംഘം. ഇവർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് 12 ബോർ എന്ന് പറയുന്നൊരു വനം വകുപ്പിൻ്റെ കയ്യിലുള്ള ഒരു ഉപകരണമാണ്. തോക്ക് പോലത്തെ ഉള്ള ഒരു ഉപകരണമാണ്. പക്ഷേ മയക്കുവെടി വയ്ക്കാൻ ഇതുകൊണ്ട് പറ്റില്ല. മയക്കുവെടി വയ്ക്കാൻ പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള തോക്കുകൾ, മയക്ക് വെടി മരുന്ന് അടക്കം നിറച്ചു കൊടുത്തതിന് ശേഷമാണ് കടുവയെ സ്പോട്ട് ചെയ്തതിന് ശേഷം മയക്കുവെടി വയ്ക്കുന്ന ദൗത്യത്തിലേക്കൊക്കെ കടക്കുക. ഏതായാലും വനം വകുപ്പ് ജീവനക്കാർ ഇപ്പോൾ നമുക്ക് കാണാം തോക്കൊക്കെ ലോഡ് ചെയ്ത് അവർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. വനം വകുപ്പിൻ്റെ മാനന്തവാടിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളുണ്ട്. ആ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് 12 ബോർ ഉപയോഗിച്ച് പൊട്ടിച്ച് അവിടെ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കുകയാണ് വനം വകുപ്പിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വനം വകുപ്പ് ഡ്രോൺ അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. കടുവയുടെ കൃത്യമായി സ്പോട്ട് ചെയ്തതിന് ശേഷമായിരിക്കും മയക്കുവെടി ദൗത്യത്തിലേക്ക് കടക്കുക. ശ്രുതി.